ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കക്ക ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിൻ്റെ തോടിൽ നിന്ന് ഇറച്ചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ കക്ക ആയതുകൊണ്ട് 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണം, 10-15 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, പൊടിക്കാത്ത കുരുമുളക് 1 ടീസ്പൂണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഈ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി കട്ട് ചെയ്തതും ഒരു 6-7 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കക്കയിറച്ചി ഇതിലേക്ക് ഇട്ടെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉണക്കമുളക് വറുത്ത് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക. കക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.